ഇപ്പം നമ്മൾ നിൽക്കുന്ന അച്ചൻകോൽ ആറിൻ്റെ അടുത്തായിട്ടാണ്, തൊട്ടടുത്തായിട്ടാണ്. കേട്ടോ, റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഹാൾട്ട് ചെയ്തതാണ്. അന്നൊരു പോരാത്തിന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാനും വെച്ചു. ഇത്രയും മേളിലോട്ട് നോക്കിയാൽ അത്ര രസമായിട്ടാണ് ഇതിൽ വണ്ടി ഓടിക്കാൻ തന്നെ തോന്നിയെന്നറിയാം. കാര്യം വേറെ ഒന്നും കണ്ടല്ല, സൂര്യ ഉദിച്ചു വരുമ്പോൾ ആ പ്രകാശകിരണങ്ങൾ ഇങ്ങനെ വന്ന് നമ്മുടെ വണ്ടി ഗ്ലാസ്സിലടിക്കുന്നതും ഒരു പ്രത്യേക കണ്ണിനായാലും മനസ്സിനായാലും നല്ലൊരു ഊർജ്ജമാണ്. അതിലൂടെ മലയും കൂടെ ആണ്. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നുന്നു ഇതിലെ വണ്ടി ഓടിക്കാൻ തന്നെ. ശുദ്ധമായ വായു, വയർ ഫ്രഷ് ഇതാണ്, എയർ ഫ്രഷ് അല്ലേ, അടിപൊളി. ഒരുപാട് വണ്ടികൾ വാഹനങ്ങൾ പോകുന്നില്ല, ഒരു ഫാക്ടറികളില്ല. അപ്പം ശുദ്ധമായ വായു എല്ലാം അടിക്കത്തില്ല. നമ്മൾ നല്ല ഓക്സിജൻ കിട്ടുന്ന സ്ഥലമാണ്. രാവിലെ എങ്ങോട്ടാ? നമ്മൾ അച്ചൻകോൽ വരെ പോവാണ്. ഈ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ 16 നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇറങ്ങണം അതോ നേരെ പോകണോ? അത് പിന്നെ ചാലിയക്കരെല്ലാം പോയി ചാടുവോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പയ്യൻ നമ്മൾ ചോദിക്കണം. ഈ കറവ് പോന്ന വഴി ഏതാ? ഇതോടെ പോന്നേ? നമുക്ക് അച്ചൻകോൽ റൂട്ടിലാ പോണ്ടേ? ഇത് കറവൂരല്ലേ? കറവൂര് നേരെ പോയ ചാലിയക്കര. സാധാരണ അലിമുക്ക് വഴിയാണ് വരേണ്ടത്. പക്ഷെ അലിമുക്ക് വരെ വഴി മോശമായതുകൊണ്ട് ഞങ്ങൾ നേരെ പുന്നല പിടിച്ച്, പുന്നലയിൽ നിന്ന് കനാൽ റോഡ് പിടിച്ചാണ് ഞങ്ങൾ വന്ന് കറവൂർ ഇറങ്ങിയത്. അവിടുന്ന് ഞങ്ങൾ നേരെ അച്ചൻകോലിന് പോയിക്കൊണ്ടിരിക്കുക. ഈ കാണുന്നതൊക്കെ അതിഗംഭീരമായ സ്ഥലങ്ങളാണ്. പോരാത്തതിന് ആനകൾ ക്രോസ് ചെയ്യുന്നത് എല്ലാം ഉണ്ട്. ഭാഗ്യത്തിൽ ഒരു ആനകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ആനയും പോലെ കടുവയൊക്കെ ക്രോസിങ് നടക്കുന്ന സ്ഥലമാണ്. അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കൂട്ടമായിട്ട് വരുന്ന ആനകളെ ഭീഷണിയാണ്. രാത്രി കഴിവതും 2 വീലറുള്ള യാത്ര ഒഴിവാക്കണം ഇതിൽ. അഥവാ 2 വീലറിൽ പോകുന്ന കൂട്ടമായിട്ട് 4-5 പേര് കൂടിയേ പോകാവൂ. എന്നുവെച്ചാൽ മൃഗങ്ങളുടെ ഭയങ്കര ശല്യമുള്ള സ്ഥലമാണ്. ഒറ്റയ്ക്ക് പോകരുത്, ഒറ്റയ്ക്ക് ഒരിക്കലും പോകരുത്. ഒരിക്കലും പോകാൻ നിങ്ങൾ മെനക്കെടുകയേ ചെയ്യില്ല. കൂട്ടമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും കൂടുതലും KSRTC ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. ഇതുവഴി KSRTC ഉണ്ടല്ലേ? ഇതുവഴി KSRTC ഉണ്ട്. പൊന്നോട് പോയിന്നുണ്ട്, 16 പോയിന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട് ഒരെണ്ണം. പക്ഷെ എല്ലാം സമയത്തിനേ ഉള്ളൂ. എപ്പോഴും 24 hours സർവീസ് ഇല്ല. എല്ലാം ടൈം ടു ടൈമിൽ ഇതിലെ വണ്ടികൾ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാം ഓരോ മണിക്കൂറും 3/4 മണിക്കൂർ ഇടവിട്ടേ വണ്ടി. അതും ഈ പ്രകാശം വന്നതിന് ശേഷമേ വണ്ടി ഓടത്തുള്ളൂ. ഇതുവരെ ഞങ്ങൾ രാവിലെ വന്ന ഒരൊറ്റ ബസ് പോലും കാണാൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് അറിയാം. എനിക്കൊന്ന് 7 മണിക്ക് അവിടെ ട്രിപ്പ് സ്റ്റാർട്ട് ആവുന്നത്. ഞങ്ങൾ 5:45 സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഏരിയയിൽ ഇപ്പം നമ്മളും നമ്മുടെ വണ്ടി മാത്രമേ കാണുന്നുള്ളൂ. ഒരു ഒന്നുമില്ല. ചണ്ണയ്ക്കാൻ മണ്ണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. കറവൂരും ചണ്ണയ്ക്കാൻ മണ്ണും കഴിഞ്ഞാൽ പിന്നെ ആളിനെ കാണണമെങ്കിൽ ഇനി റോസ്മല കഴിയണം. റോസ്മലയും മുള്ളുമലയും കഴിഞ്ഞാലേ ഇനി ആളിനെ കാണാൻ കിട്ടത്തുള്ളൂ. 10 കിലോമീറ്റർ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ കണ്ടില്ല. അത് പിന്നെ ഇനി അഥവാ കാണാനുണ്ടെങ്കിൽ തന്നെ ഫോറസ്റ്റുകാരെ അല്ലേ കാണാൻ കിട്ടത്തുള്ളൂ. അല്ലാതെ വേറെ ആൾക്കാരെ കിട്ടത്തില്ല. പിന്നെ പ്ലാന്റേഷനിൽ പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കിട്ടും. ഇതിനകത്ത് പ്ലാന്റേഷൻ നമ്മൾ മുള്ളുമല എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടായിരിക്കുന്നത്. ഇത് എസ്റ്റേറ്റ് ആണ്. ഈ മുള്ളുമല എന്നൊക്കെ റബ്ബർ എസ്റ്റേറ്റ് മേഖല മാറിയിട്ടില്ല. അങ്ങോട്ട് കുറെ ഭൂമി ഇതായിട്ട് കരയായിട്ട് ഇങ്ങനെ ഇതായിട്ട് കിടക്കുവാനോ അല്ലാതെ രീതിയിൽ കിടക്കും. ആൾക്കാർ വന്ന് കൃഷി ചെയ്ത് റബ്ബറും കൈതയും കൃഷി ചെയ്ത് ഇങ്ങനെ ആയിരുന്നു. അച്ചൻകോവിൽ നമ്മൾ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് ചെങ്കോട്ടച്ചിൽ 25 കിലോമീറ്ററോളം ഇങ്ങോട്ടേ ഉള്ളൂ ചെങ്കോട്ട. അത് പക്ഷേ ഇതിലേക്കാട്ടും കൂടുമാനത്തിൻ്റെ അടുത്ത് കൂടാ പോകുന്നത്. അത് പിന്നെ ഭയങ്കര വളവും തിരുവും അല്ല. തെങ്കാശിക്കോ അല്ലെങ്കിൽ അതുവഴി ആര്യങ്കാവ് വഴി പൊന്നൂരിനോ അങ്ങനെ എങ്ങനെ വേണേലും വരാം. വഴി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ശബരിമല സീസണായി കഴിഞ്ഞാൽ ശരിക്കും വണ്ടി വരും. തമിഴ്നാട്ടുകാർ മൊത്തം തൊഴുവാനും അച്ചൻകോൽ അതിനെ കണ്ടിട്ടാണ് പോകുന്നത്. ശ്രീധർമ്മശാസ്താവ് പത്നി സമേതനായിട്ട് ഇരിക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് അച്ചൻകോവിൽ. 2 ഭാര്യമാര്, പൂർണ്ണയും പുഷ്കലി. അതുകൊണ്ടാണ് തമിഴ്നാട്ടുകാർ കൂടുതലും ഇവിടെ വരുന്നത്. അതെ ഗൃഹസ്ഥാശ്രമിയായ അയ്യപ്പൻ അല്ല, ശാസ്താവ്. എല്ലാം സോളാർ വേലികൾ ഇട്ടേക്കുക. അങ്ങനെ കാട്ടുമൃഗങ്ങളെല്ലാം ഉണ്ടല്ലോ. പുലിയും കടുവ എല്ലാം കാണും. അതിന്റെ പുകയില്ല, മാലിന്യം ഒന്നുമില്ല. നല്ല നീറ്റാണ് ഇവിടെ. ആവശ്യമില്ല ഈച്ചകൾ പോലും ഇല്ല. ഇത് കൈത, ഇതെല്ലാം കൈതയാണ്. റോഡ് മാത്രമേ ഉള്ളൂ ഇപ്പൊ അടക്കി ചില മോശം.
ബാക്കിയൊന്നും ഇവിടെ താഴ്ത്തി കെട്ടാൻ പറ്റത്തില്ല. ഇത് അടുത്ത ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റ് പ്രത്യേകമുണ്ട്. ഇതിന് താഴെ ഇറങ്ങുന്ന ഒരു വഴി കിടപ്പുണ്ട്. അത് നേരെ കൂന്നിക്ക് പോകുന്ന വഴിയാണ്. അപ്പൂപ്പൻകാവ് വഴി പോകുന്ന വഴിയാണ്. ചെരിപ്പിട്ടകാവ് എസ്റ്റേറ്റ്. ഇവിടെ ഉത്സവമായിരുന്നു അല്ലേ? ഇവിടെ എല്ലാത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പുനലൂർ 24 കിലോമീറ്റർ. ഇതെല്ലാം തേക്കല്ലേ? മൊത്തം തേക്കാം. 85-100 സെന്റിമീറ്റർ ആയി കഴിയുമ്പം സംഭവം ഇതിനെ മുറിച്ച് ലേലം ചെയ്ത് കൊടുക്കും. ഇതിന്റെ സൈഡിലൂടെയാണ് അച്ചൻകോവിലാറ് ഒഴുകുന്നത് അല്ലേ? ഇടത് സൈഡിൽ കാണുന്ന അച്ചൻകോവിൽ. ഇപ്പം നമ്മൾ നിൽക്കുന്ന അച്ചൻകോവിലാറിൻ്റെ അടുത്തായിട്ടാണ്, തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അത് നോക്കുന്നത് ആ അച്ചൻകോവിലാറ് ഇങ്ങനെ ഇതാണ്. അതിൻ്റെ അച്ചൻകോവിലിന് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ നേരത്തെ ഇത്രയും നേരം വണ്ടി ഓടിച്ചൊക്കെ വന്നില്ലേ, ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഹാൾട്ട് ചെയ്തതാണ്. അന്നൊരു പോരാത്തിന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാനും വെച്ച് ഫ്രണ്ട് മേളിലോട്ട് നോക്കിയാൽ ആ തേക്കും ഇതെല്ലാം കാണാൻ എന്ത് രസമാണെന്നറിയാമോ. നിങ്ങളൊന്ന് വന്നത് ആസ്വദിച്ച് നോക്കും. അതുകൊണ്ട് ഈ റോഡിലെല്ലാം ആനത്തിൻ്റെ പിണ്ടം കിടക്കും. ആന പോയതിൻ്റെ അറിയാനുണ്ട്. ഇപ്പോൾ ഫ്രഷ് ലേറ്റസ്റ്റ് ആയിട്ട് പോയേക്കുവാണ്. ഇത് എവിടെ ഈ ഭാഗത്ത് ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇതിലെ പോകുന്ന സമയത്ത് വാഹനങ്ങൾ വലിയതായിട്ട് ഓണടിക്കുകയോ ആനയെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. വന്യമൃഗങ്ങൾ എപ്പോൾ കണ്ടാലും ഒന്ന് വണ്ടി നിർത്തി സൈഡിൽ ഒതുക്കി നിൽക്കുക നോക്കുക. മണം അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വന്യമൃഗങ്ങളെ നിങ്ങൾ അവരുടെ വാസ സ്ഥലമാണ്. അവിടെ വന്ന് നമ്മൾ പണി കാണിക്കാൻ നിൽക്കുക നോക്കണം കേട്ടോ. വളവിനെങ്ങാനും വന്നാലേ നിന്നാലേ ആ വിരി എടുക്കുന്നേ കൊള്ളാം. പക്ഷെ 2 സൈഡ് നോക്കി എടുക്കണം. ഇങ്ങനെ കൊള്ള സാർ നോക്കി വണ്ടി എടുക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി നിന്നാൽ തന്നെ ഉണ്ടല്ലോ വെള്ളച്ചാട്ടം. ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ? ആന പോകുന്ന സ്ഥലമായിട്ടായി ഓടിക്കുന്ന വെച്ചേക്കുന്നത്. വെള്ളം കുടിക്കാനായാലും താഴെ ഇറങ്ങി നിൽക്കാനായാലും. അപ്പൊ നമ്മൾ അച്ചൻകോവിൽ അടുക്കാറല്ലേ? അച്ചൻകോവിൽ അടുക്കാറില്ല. അച്ചൻകോവിൽ അമ്പലത്തിന്റെ ബാക്ക് സൈഡായിരുന്നു. ഒരു തമിഴ് ചുവ ഉണ്ട്. മലയാളമാണെന്ന് ഇവർ പറയുന്നെങ്കിലും ചില തമിഴും കൂടെ ഇടയ്ക്ക് കയറ്റി. തമിഴ്നാട് ബോർഡറാണ്. ഇതെല്ലാം ഫോറസ്റ്റിന്റെ ഓഫീസുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അച്ചൻകോവിൽ ക്ഷേത്രം. ഏറ്റവും പ്രാചീന ക്ഷേത്രമാണ്. അതെ. അപ്പൊ എനിക്ക് എന്റെ കണക്കൂറിലെ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രാചീന ക്ഷേത്രം ഇതായിരിക്കും. അച്ചൻകോവിൽ ക്ഷേത്രം. കരിങ്കൽ കെട്ടുകളാണ് ഈ കാണുന്നത്. ഇതിന്റെ ഗോപുരം. ബസ് പുല്ലൂരോട്ടുള്ള ബസ്സാണ്. ഇവിടം വരെയുള്ള ബസ്സുകളൊക്കെ അല്ലേ? ഇവിടം വരെയുള്ള ബസ് കേരളത്തിന്റെ. അച്ചൻകോവിലയ്യനേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഇതാണ് കറുപ്പസ്വാമി ക്ഷേത്രം. ഇതേ പ്രതിഷ്ഠയുടെ നേരെ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാവലാളായിട്ട് കൂടെ നിൽക്കുന്ന ആളായതിൻ്റെ പേരിലാണ് ഇതുപോലെ വിഗ്രഹം ഇങ്ങനെ വെച്ചേക്കുന്നത്. നമ്മൾ ശബരിമലയിൽ എങ്ങനെ പോന്നോ അതേപോലെയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ ഗണപതിയെ കണ്ട് തൊഴുത് മുരുകഭഗവാനെയും കണ്ടിട്ട് 18 ശബരിമല സ്വർണ്ണം കൊണ്ടുള്ള പടിയാണെങ്കിൽ ഇവിടെ സാധാ പടിയാണ്. പിന്നെ അമ്പലത്തിനകത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് നിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അകത്ത് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ആര് വന്നാലും അതിനകത്ത് കയറി എടുക്കാൻ സമ്മതിക്കില്ല. ദേവസ്വം കൊണ്ട് പെർമിഷൻ ഇല്ലാതെ ഇത് കർശനമായിട്ട് നിരോധിച്ചേക്കുന്നതാണ്. ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സമാധാനമാണ്, നല്ലൊരു അനുഭവമാണ്. അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ടൗണൊക്കെ ഉണ്ട്, ബസ്സുണ്ട്. പക്ഷെ സമയങ്ങളിൽ മാത്രമേ ബസ് വരത്തുള്ളൂ. എല്ലാ ടൈമിലും വരില്ല. ഇന്ന് തിരക്ക് കുറവാണ്.